വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ചർച്ചയ്ക്കായി ഇന്ന് ഇന്ത്യയിലെത്തും. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനാകില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. വഖഫ് നിയമ ഭേദഗതിയിൽ വിവാദ വകുപ്പുകൾക്ക് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ. വഖഫ് ബോർഡിന് മുന്നിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. വഖഫിന് 5 വർഷത്തോളം മുസ്ലിം ആയിരിക്കണമെന്നില്ല. അന്വേഷണം നടക്കുമ്പോൾ വഖഫ് ഭൂമി അല്ലാതാകുമെന്ന വ്യവസ്ഥയ്ക്കും സ്റ്റേ. ആശ്വാസവിധിയെന്ന് ലീഗും സമസ്തയും. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ KPCC. മൗനം തുടർന്ന് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. താൻ എപ്പോഴും പാർട്ടിക്ക് വിധേയനെന്നും ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും രാഹുൽ. രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾ ഹർജി നൽകിയാൽ കേൾക്കുമെന്നും ഇപ്പോൾ ഉത്തരവ് നൽകാനാകില്ലെന്നും കോടതി. ഭരണഘടനാ ലംഘനം തെളിഞ്ഞാൽ SIR നിർത്തലാക്കുമെന്നും കോടതി. ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന് ICC അംഗീകാരം. ഓഗസ്റ്റിലെ മികച്ച താരമായി സിറാജ്. ഏഷ്യാകപ്പിലെ മാച്ച് റഫറിയെ മാറ്റണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഒരു ശ്രമവും നടപ്പാകില്ലെന്ന മുന്നറിയിപ്പുമായി റഷ്യ. ഇന്ത്യയുമായുള്ള ബന്ധം സുസ്ഥിരമായി മുന്നോട്ടു പോകുന്നതാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭീഷണികൾക്ക് വഴങ്ങാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യയെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. സുസ്ഥിരവും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നതാണ് ഇന്ത്യ റഷ്യ ബന്ധമെന്നും അതിനെ തകർക്കാനുള്ള എല്ലാ നടപടികളും പരാജയപ്പെടുമെന്നും സർക്കാർ മാധ്യമമായ റഷ്യൻ ടൈംസിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അധിക തീരുവ ചുമത്തിയിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യയ്ക്കുമേൽ US തീരുവയ്ക്ക് സമാനമായി ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ മറ്റു രാജ്യങ്ങളുടെ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഇന്ത്യയെ പ്രശംസിച്ച് റഷ്യ രംഗത്തെത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ US-ൽ നിന്നും നാറ്റോ രാജ്യങ്ങളിൽ നിന്നും നിരന്തരമായ സമ്മർദ്ദമുണ്ടായിട്ടും നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോകാത്തതിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. ഇന്ത്യയും റഷ്യയുമായുള്ള പങ്കാളിത്തം പരമാധികാരത്തിന്റെ മൂല്യത്തിനും ദേശീയ താൽപര്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നതെന്ന് റഷ്യ പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചപ്പാട് ദീർഘവീക്ഷണമുള്ളതും നയതന്ത്രപരമായ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതാണെന്നും റഷ്യ കൂട്ടിച്ചേർത്തു. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായി യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, വൈദ്യുത വ്യവസായത്തിനുള്ള പലേഡിയം, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും റഷ്യ വ്യക്തമാക്കുന്നു. ഏതൊരു സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും റഷ്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നു. അമേരിക്കൻ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് ചർച്ചയ്ക്കായി ഇന്ന് ഇന്ത്യയിലെത്തും. ഉഭയകക്ഷി വ്യാപാര കരാറിലെ 6ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് അമേരിക്കൻ പ്രതിനിധി എത്തുന്നത്. KK പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ത്യക്കുമേൽ 50% നികുതി ചുമത്തിയത് ഒരു അബദ്ധമാണെന്നൊരു സൂചന അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ ട്രംപ് നൽകിയിരുന്നു. ഒപ്പം ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച? അമേരിക്കൻ വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചാണ് നിലവിൽ രാത്രിയോടുകൂടി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. നാളെ ഒരു ദിവസത്തെ സന്ദർശനം മാത്രമാണ്. അതിൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധത്തിൽ വലിയ വിള്ളലുകളുണ്ട്, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. 6ാം വട്ട ചർച്ച വ്യാപാര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടിയിരുന്നതാണ്. അത് ആഗസ്റ്റ് 25 മുതൽ 29 വരെ നടക്കേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഈ ഇരട്ട നികുതി ഈടാക്കാനുള്ള നീക്കം വന്നതോടെ താരിഫിലടക്കം വർധനവുണ്ടായതോടുകൂടി തന്നെയാണ് ആ ചർച്ചയിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയത്. അത് പുനരാരംഭിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ തുടർ ചർച്ചകളുടെയൊക്കെ തന്നെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. നിലവിൽ മധ്യ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള വ്യക്തിയാണ് ബ്രണ്ടൻ ലിഞ്ച്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലാകെ തന്നെ ഇത്തരം വ്യാപാര സംവിധാനങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ താരിഫ് ഉയർത്തിയതോടുകൂടി തന്നെ രാജ്യം വീണ്ടും അമേരിക്കയോട് ചെന്ന ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ
ഉദ്ദേശം അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് മുന്നോട്ട് പോകേണ്ടത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും റഷ്യയും ചൈനയുമായി കൂടുതൽ സഹകരണം ഉറപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഫലം കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വ്യാപാര പ്രതിനിധി തന്നെ ഇത്തരത്തിൽ വന്ന നേരിട്ടൊരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ച നാളെ ഒരു ദിവസം മാത്രമാണ് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ജൂലൈ 5-നാണ് 5ാം വട്ട ചർച്ചകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നിട്ടുള്ളത്. അമേരിക്ക വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. അമേരിക്കൻ പ്രതിനിധി ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തും. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി. SIRുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഹർജി നൽകിയാൽ പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ബീഹാർ SIRായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7-ന് വീണ്ടും പരിഗണിക്കും. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോഴാണ് രാജ്യവ്യാപക SIRനെതിരെ ഹർജിക്കാർ രംഗത്ത് വന്നത്. എന്നാൽ രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി തുടങ്ങിയ 2-അംഗ ബെഞ്ച് ചോദിച്ചു. SIRുമായി ബന്ധപ്പെട്ട പരാതികളുമായി സംസ്ഥാനങ്ങൾ വന്നാൽ പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ കോടതിക്ക് പ്രശ്നങ്ങളില്ല. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹാരങ്ങളും എല്ലാ ദിവസവും വിലയിരുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക അസാധ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സുതാര്യത ഉറപ്പാക്കുമെന്ന് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ കൂടി പരിഗണിക്കുന്നത് ശരിയാകില്ലെന്ന് BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. ബീഹാറിൽ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട്. 3 മാസം കൊണ്ട് ആധാർ ലഭ്യമാകുമെന്നിരിക്കെ വിദേശത്തുള്ളവർ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ആധാർ വ്യാജമായി ഉണ്ടാക്കാൻ കഴിയുമെന്നതുപോലെ മറ്റു രേഖകളും വ്യാജമായി നിർമ്മിക്കാൻ കഴിഞ്ഞേക്കില്ലേ എന്ന് കോടതി ചോദിച്ചു. ഉപാധ്യായയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്തു. വിവാദമായ ചില വകുപ്പുകളാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അതേസമയം നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. ഈ വർഷം ഏപ്രിൽ 4-നാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത്. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയത്. നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്യുന്ന തരത്തിലുള്ള വിധിയാണ് പുറത്തു വന്നിട്ടുള്ളത്. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വഖഫ് നൽകാൻ 5 വർഷം ഇസ്ലാം മതം പിന്തുടരണമെന്ന നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരത്തിലും സുപ്രീം കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. കളക്ടർക്ക് പൌരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ തീർപ്പാക്കാൻ അനുവാദമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തർക്കത്തിൽ തീരുമാനമാകുന്നതുവരെ ഭൂമിയുടെയോ സ്വത്തിന്റെയോ തരം മാറ്റം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുസ്ലിം ഇതരർക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡ് അംഗങ്ങളാകാമെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. നാഷണൽ വഖഫ് കൌൺസിലിൽ 4 അമുസ്ലിങ്ങളെയാണ് ഉൾപ്പെടുത്താനാവുക. എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ആകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം മുസ്ലിം ഇതര വിശ്വാസിയെയും വഖഫ് ബോർഡ് CEO ആയി നിയമിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. അതേസമയം വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധി സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിക്കാർ ഉന്നയിച്ച ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് നിയമ ഭേദഗതിയിലെ സുപ്രീം കോടതി ഉത്തരവ് CPMന്റെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനം ശരിവയ്ക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. അന്തിമ വിധി വരുമ്പോൾ നിയമം മുഴുവനായി സ്റ്റേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർഗീയ വിഭജനമുണ്ടാക്കാൻ നരേന്ദ്രമോദി, അമിത് ഷാ, മോഹൻ ഭാഗവത് ത്രയം നടത്തുന്ന നീക്കത്തിനേറ്റ തിരിച്ചടിയെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. പാർലമെന്റിലും CPIMും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി തിരക്കിട്ട് ഈ നിയമം ബാധിക്കാനിടയുള്ള ജനവിഭാഗങ്ങളുമായോ അവരുടെ പ്രതിനിധികളുമായോ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്, നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒട്ടും ജനാധിപത്യപരമല്ല. അത് വർഗീയമായി നേട്ടമുണ്ടാക്കുക എന്നുള്ള
ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിനെയും RJDയെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ നിർമ്മിച്ച റെയിൽ എഞ്ചിനുകൾ ആഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്നും കോൺഗ്രസിനും RJD നേതാക്കൾക്കും ഇത് ഇഷ്ടമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാർ പുരോഗമിക്കുമ്പോഴെല്ലാം കോൺഗ്രസും RJDയും സംസ്ഥാനത്തെ അപമാനിക്കുന്ന തിരക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ബീഹാറിൽ പൂർണിയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി പൂർണിയ കൊൽക്കത്ത റൂട്ടിലെ ആദ്യ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. मेड इन बिहार रेल इंजन अफ्रीका तक एक्सपोर्ट होकर जा रहा है, लेकिन ये सब कांग्रेस और RJD वालों को पच नहीं रहा है. बिहार जब भी आगे बढ़ता है ये लोग बिहार का अपमान करने में जुट जाते हैं. अभी आपने देखा होगा RJD की सहयोगी कांग्रेस पार्टी सोशल मीडिया पर बिहार की तुलना बीड़ी से कर रही है. इन लोगों को बिहार से इतनी नफरत है. इन लोगों ने घोटाले और भ्रष्टाचार करके बिहार की साख को बहुत नुकसान पहुंचाया. अब बिहार को विकास करते देखकर कांग्रेस RJD ने फिर बिहार को बदनाम करने की ठान ली है. भाइयों बहनों, ऐसी मानसिकता वाले लोग कभी बिहार का भला नहीं कर सकते. जिन लोगों को अपनी तिजोरी भरने की चिंता रही हो वो गरीब के घर की चिंता क्यों करें. कांग्रेस के एक प्रधानमंत्री ने माना था कि कांग्रेस सरकार 100 पैसा भेजती है, 100 रुपये तो 85 पैसा बीच में ही लूट जाता है. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ KPCC നേതൃയോഗത്തിൽ VD സതീശൻ മൗനം തുടരുന്നു. അതേസമയം രാഹുലിന്റെ കാര്യത്തിൽ നിലപാട് പറയേണ്ട വർക്കിംഗ് പ്രസിഡന്റുമാർ നിശബ്ദത പാലിക്കുന്നുവെന്ന് VT ബൽറാം യോഗത്തിൽ വിമർശിച്ചു. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഇതിനിടെ ശനിയാഴ്ച പാലക്കാട്ടെത്താനാണ് രാഹുലിന്റെ തീരുമാനമെന്നറിയുന്നു. തടയാനായി DYFIയും BJPയും തയ്യാറെടുക്കുകയാണ്. അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ രാഹുലിന്റെ കാര്യത്തിൽ ഇന്ന് KPCC നേതൃയോഗത്തിൽ ഇത് ചർച്ചാ വിഷയമായോ? എന്താണ് ഈ രാഹുലിന്റെ കാര്യത്തിലുള്ള തുടർ നടപടികൾ? ഒപ്പം ഈ നേതാക്കൾക്കെതിരായുള്ള സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ രണ്ട് തട്ടിലായിരിക്കുകയാണ് നേതൃത്വമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തിയത്. സ്വാഭാവികമായും രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും പാർട്ടിയിൽ ശക്തമായുണ്ട്. ആ ഒരു പിൻബലത്തിൽ തന്നെയാണ് രാഹുൽ സഭയിലെത്തിയത്. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ എന്ന് രാഹുൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. അതേസമയം താൻ നേതൃത്വത്തിന്റെ ധിക്കരിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും തന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇപ്പോഴും രാഹുൽ തയ്യാറാകുന്നില്ല. അതേസമയം രാഹുൽ നേതാക്കളുമായി സംസാരിച്ച ശേഷം, ആശയവിനിമയം നടത്തിയ ശേഷം തന്നെയാണ് സഭയിലെത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ രണ്ട് തട്ടിലായ നേതാക്കളെന്ന് വ്യക്തമായ സൂചന നൽകുന്നത്. കാരണം തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ സഭയിൽ വരാൻ പാടില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് എടുത്തു. പക്ഷേ ആ നിലപാടിന് പൂർണ്ണമായിട്ട് പിന്തുണ പാർട്ടിക്കുള്ളിൽ കിട്ടിയില്ല. അത് കോൺഗ്രസിനുള്ളിലെ തന്നെയുള്ള തർക്കങ്ങളും ഗ്രൂപ്പ് പോരും തന്നെയാണ് ഇതിന്റെ പിന്നിൽ. കാണാൻ പ്രതിപക്ഷ നേതാവിനെ എതിരെ ആക്രമിക്കാനായി കാത്തിരുന്ന ഒരു വലിയൊരു വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അവർ രാഹുലിനെ മുൻനിർത്തി പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു നീക്കം, VD സതീശനെതിരായുള്ള ഒരു നീക്കം നടത്തുകയാണ്. അത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് KPCC നേതൃയോഗത്തിൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒന്നും നടത്തിയില്ല. പൂർണ്ണമായും അദ്ദേഹം നിശബ്ദത പാലിക്കുകയായിരുന്നു. യോഗത്തിൽ കയറുന്നതിന് മുമ്പോ യോഗം കഴിഞ്ഞിറങ്ങുമ്പോഴും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിട്ടുപോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. അതേസമയം KPCC പ്രസിഡന്റ് ആകട്ടെ രാഹുൽ സഭയിൽ വരുന്നത് തടസ്സമില്ല എന്ന് പറയുന്നു. കാരണം രാഹുൽ എത്തിയത് ഒരു കോൺഗ്രസ്കാരനായിട്ടല്ല, MLA എന്ന നിലയിലാണ്. അതിൽ കോൺഗ്രസ് അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലപാട് പറഞ്ഞു സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നാൽ നേതൃയോഗം നടക്കുന്ന സമയത്ത് വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അവരാരും തന്നെ രാഹുൽ വിഷയത്തിൽ ഇന്നുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നൊരു വിമർശനം VT ബൽറാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് കൃത്യമായ വിമർശനമാണ് VT ബൽറാം നടത്തിയത്. കാരണം നമുക്കറിയാം, ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോഴൊക്കെ ആകെ 2 പേർ മാത്രമാണ്, ഒന്ന് KPCC പ്രസിഡന്റ്, മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ്. അതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റുമാർ 4 പേരുണ്ട്. ഇവരാരും തന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല.
ഇത് ഇവരുടെ ഈ മൗനം അല്ലെങ്കിൽ ഇവരുടെ നിശബ്ദത എന്ന് പറയുന്നത് ഉറച്ച നിലപാടെടുക്കാൻ കെൽപ്പില്ല. അതിനോടൊപ്പം അതിനുമപ്പുറം രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന സന്ദേശം നൽകാൻ ഇത് കാരണമായി എന്ന വിമർശനം VC ബൽറാം ഉന്നയിച്ചു. ഒപ്പം തന്നെ മറ്റൊരു മുതിർന്ന നേതാവ് K മുരളീധരനാകട്ടെ സൈബർ ആക്രമണ നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്നു എന്ന വിമർശനം ഉന്നയിച്ചു. ഇത് കൃത്യമായ ഒരു നടപടി, കർശനമായ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റ് യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരും അതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ വിഷയത്തിലൊക്കെ നമുക്കറിയാം നിരവധി സൈബർ ആക്രമണം പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ടാൽ ഉമാ തോമസ് അതിന് ഏറ്റവും അധികം ഇരയായ ഒരു വ്യക്തിയാണ്. ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ കോൺഗ്രസിന്റെ യൂത്ത് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് തന്നെയാണോ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഒരു അന്വേഷണ കമ്മിറ്റിയെ തീരുമാനിച്ചു. അത് VT ബൽറാം തന്നെയാവും ചുമതല. VT ബൽറാം ആ കമ്മിറ്റിയിൽ M ലിജു, പഴകുളം മധു ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് വിശദം, അതായത് ഡിജിറ്റൽ സെല്ലിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആക്രമണം ഇവിടെ ഉണ്ടാകുന്നു. രണ്ട് തട്ടിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന രീതിയിൽ രണ്ട് ചേരികളായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതേസമയം രാഹുലിന് കൃത്യമായ പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ പിന്തുണയ്ക്കനുസരിച്ചാകും രാഹുലിന്റെ തുടർ നീക്കങ്ങൾ. അതായത് നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ അതോ ഇന്ന് ഒരു ദിവസം കൊണ്ട് സഭാ പ്രവേശനം അവസാനിപ്പിക്കുമോ എന്നതിൽ ഈ രാഹുലിന് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന പിന്തുണയെ ആശ്രയിച്ചായിരിക്കും നിലപാട് അറിയിക്കുക. എന്തായാലും ഒരു കാര്യം രാഹുൽ ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്, സഭയിൽ നാളെ മുതൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ശനിയാഴ്ച പാലക്കാട് ഉണ്ടാകും എന്ന കാര്യത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് വഴി സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. പക്ഷേ രാഹുൽ പാലക്കാട് എത്തുകയാണെങ്കിൽ തടയാനായി DYFയും BJPയും ഒക്കെ ഇപ്പൊ തന്നെ പച്ചമുറുക്കി കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഹോസ്റ്റലിൽ നിന്നേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും രാഹുലിനെ ഉപരോധിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനപ്പുറത്തേക്ക് വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും രാഹുൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട് എത്തിയ കാണാൻ കഴിയുക. മായ. ശരി, ആൻഫിലിഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കിലാണ് ഇരുന്നത്. സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ സഭയ്ക്കുള്ളിൽ ആരും യാതൊരു പ്രതികരണവും നടത്തിയില്ല. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. MLA ഹോസ്റ്റലിനുള്ളിൽ SFI പ്രവർത്തകർ ഉപരോധിച്ചു. തുടർച്ചയായി ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമായിരുന്നു ഇത്രയും നാൾ ഭരണ പ്രതിപക്ഷ നിരയിൽ ഉയർന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് രാഹുൽ സഭയിലെത്തി. സമ്മേളനം തുടങ്ങി 18 മിനിറ്റുകൾക്ക് ശേഷമാണ് രാഹുൽ സഭയിലെത്തിയത്. പുലർച്ചെ 4 മണിയോടെ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പമാണ് വന്നത്. സഭയിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. VSനെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സഭയ്ക്കകത്തേക്ക് രാഹുൽ പ്രവേശിച്ചത്. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കായി ഇരിപ്പിടം. സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറിന്റെ ഇരിപ്പിടമാണ് രാഹുലിന് ലഭിച്ചത്. രാഹുൽ എത്തി മടങ്ങുന്നത് വരെയും ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സമ്മേളനത്തിന് ശേഷം MLA ഹോസ്റ്റലിലേക്ക് മടങ്ങി. തുടർന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ SFI പ്രവർത്തകർ MLA ഹോസ്റ്റലിനുള്ളിൽ രാഹുലിനെ ഉപരോധിച്ചു. ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. അടൂരിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന രാഹുൽ പാലക്കാട് തന്റെ മണ്ഡലത്തിൽ പോലും എത്തിയിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നു. അമേരിക്കൻ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് ചർച്ചയ്ക്കായി ഇന്ന് ഇന്ത്യയിലെത്തും. ഉഭയകക്ഷി വ്യാപാര കരാറിലെ 6ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് അമേരിക്കൻ പ്രതിനിധി എത്തുന്നത്. KK പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ത്യക്ക് മേൽ 50% നികുതി ചുമത്തിയത് ഒരു അബദ്ധമാണെന്നൊരു സൂചന അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ ട്രംപ് നൽകിയിരുന്നു. ഒപ്പം ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച? അമേരിക്കൻ വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചാണ് നിലവിൽ രാത്രിയോടുകൂടി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. നാളെ ഒരു ദിവസത്തെ സന്ദർശനം മാത്രമാണ്. അതിൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധത്തിൽ വലിയ വിള്ളലുകളുണ്ട്, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. 6ാം വട്ട ചർച്ച വ്യാപാര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടിയിരുന്നതാണ്. അത് ആഗസ്റ്റ് 25 മുതൽ 29 വരെ നടക്കേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഈ ഇരട്ട നികുതി ഈടാക്കാനുള്ള നീക്കം വന്നതോടെ താരിഫിലടക്കം വർധനവുണ്ടായതോടുകൂടി തന്നെയാണ് ആ ചർച്ചയിൽ നിന്ന് ഇന്ത്യ
പിന്നോട്ട് പോയത്. അത് പുനരാരംഭിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ തുടർ ചർച്ചകളുടെയൊക്കെ തന്നെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. നിലവിൽ മധ്യ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള വ്യക്തിയാണ് ബ്രണ്ടൻ ലിഞ്ച്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലാകെ തന്നെ ഇത്തരം വ്യാപാര സംവിധാനങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ താരിഫ് ഉയർത്തിയതോടുകൂടി തന്നെ രാജ്യം വീണ്ടും അമേരിക്കയോട് ചെന്ന് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് മുന്നോട്ട് പോകേണ്ടത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും റഷ്യയും ചൈനയുമായി കൂടുതൽ സഹകരണം ഉറപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഫലം കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വ്യാപാര പ്രതിനിധി തന്നെ ഇത്തരത്തിൽ വന്ന നേരിട്ടൊരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ച നാളെ ഒരു ദിവസം മാത്രമാണ് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ജൂലൈ 5-നാണ് 5ാം വട്ട ചർച്ചകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നിട്ടുള്ളത്. അമേരിക്ക വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. അമേരിക്കൻ പ്രതിനിധി ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തും. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി. SIRുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ ഹർജി നൽകിയാൽ പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. ബീഹാർ SIRായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7-ന് വീണ്ടും പരിഗണിക്കും. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോഴാണ് രാജ്യവ്യാപക SIRനെതിരെ ഹർജിക്കാർ രംഗത്ത് വന്നത്. എന്നാൽ രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി തുടങ്ങിയ രണ്ടംഗ ബെഞ്ച് ചോദിച്ചു. SIRുമായി ബന്ധപ്പെട്ട പരാതികളുമായി സംസ്ഥാനങ്ങൾ വന്നാൽ പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ കോടതിക്ക് പ്രശ്നങ്ങളില്ല. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹാരങ്ങളും എല്ലാ ദിവസവും വിലയിരുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക അസാധ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സുതാര്യത ഉറപ്പാക്കുമെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ കൂടി പരിഗണിക്കുന്നത് ശരിയാകില്ലെന്ന് BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. ബീഹാറിൽ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട്. 3 മാസം കൊണ്ട് ആധാർ ലഭ്യമാകുമെന്നിരിക്കെ വിദേശത്തുള്ളവർ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ആധാർ വ്യാജമായി ഉണ്ടാക്കാൻ കഴിയുമെന്നതുപോലെ മറ്റു രേഖകളും വ്യാജമായി നിർമ്മിക്കാൻ കഴിഞ്ഞേക്കില്ലേ എന്ന് കോടതി ചോദിച്ചു. ഉപാധ്യായയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്തു. വിവാദമായ ചില വകുപ്പുകളാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അതേസമയം നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. ഈ വർഷം ഏപ്രിൽ 4-നാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത്. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയത്. നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്യുന്ന തരത്തിലുള്ള വിധിയാണ് പുറത്തു വന്നിട്ടുള്ളത്. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വഖഫ് നൽകാൻ 5 വർഷം ഇസ്ലാം മതം പിന്തുടരണമെന്ന നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരത്തിലും സുപ്രീം കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. കളക്ടർക്ക് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ തീർപ്പാക്കാൻ അനുവാദമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തർക്കത്തിൽ തീരുമാനമാകുന്നതുവരെ ഭൂമിയുടെയോ സ്വത്തിന്റെയോ തരം മാറ്റം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുസ്ലിം ഇതരർക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡ് അംഗങ്ങളാകാമെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. നാഷണൽ വഖഫ് കൌൺസിലിൽ 4 അമുസ്ലിങ്ങളെയാണ് ഉൾപ്പെടുത്താനാവുക. എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ആകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം മുസ്ലിം ഇതര വിശ്വാസിയെയും വഖഫ് ബോർഡ് CEO ആയി നിയമിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. അതേസമയം വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധി സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിക്കാർ ഉന്നയിച്ച ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് നിയമ ഭേദഗതിയിലെ സുപ്രീം കോടതി ഉത്തരവ് CPMന്റെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനം ശരിവയ്ക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. അന്തിമ വിധി വരുമ്പോൾ നിയമം മുഴുവനായി സ്റ്റേ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർഗീയ വിഭജനമുണ്ടാക്കാൻ നരേന്ദ്രമോദി, അമിത് ഷാ, മോഹൻ ഭാഗവത് ത്രയം നടത്തുന്ന നീക്കത്തിനേറ്റ തിരിച്ചടിയെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു.
പാർലമെന്റിലും CPIM-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി തിരക്കിട്ട് ഈ നിയമം ബാധിക്കാനിടയുള്ള ജനവിഭാഗങ്ങളുമായോ അവരുടെ പ്രതിനിധികളുമായോ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്, നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒട്ടും ജനാധിപത്യപരമല്ല. അത് വർഗീയമായി നേട്ടമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിനെയും RJDയെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ നിർമ്മിച്ച റെയിൽ എഞ്ചിനുകൾ ആഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്നും കോൺഗ്രസിനും RJD നേതാക്കൾക്കും ഇത് ഇഷ്ടമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാർ പുരോഗമിക്കുമ്പോഴെല്ലാം കോൺഗ്രസും RJDയും സംസ്ഥാനത്തെ അപമാനിക്കുന്ന തിരക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ബീഹാറിൽ പൂർണിയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി പൂർണിയ കൊൽക്കത്ത റൂട്ടിലെ ആദ്യ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. मेड इन बिहार रेल इंजन अफ्रीका तक एक्सपोर्ट होकर जा रहा है, लेकिन ये सब कांग्रेस और RJD वालों को पच नहीं रहा है. बिहार जब भी आगे बढ़ता है ये लोग बिहार का अपमान करने में जुट जाते हैं. अभी आपने देखा होगा RJD की सहयोगी कांग्रेस पार्टी सोशल मीडिया पर बिहार की तुलना बीड़ी से कर रही है. इन लोगों को बिहार से इतनी नफरत है. इन लोगों ने घोटाले और भ्रष्टाचार करके बिहार की साख को बहुत नुकसान पहुंचाया. अब बिहार को विकास करते देखकर कांग्रेस RJD ने फिर बिहार को बदनाम करने की ठान ली है. भाइयों बहनों, ऐसी मानसिकता वाले लोग कभी बिहार का भला नहीं कर सकते. जिन लोगों को अपनी तिजोरी भरने की चिंता रही हो वो गरीब के घर की चिंता क्यों करें. कांग्रेस के एक प्रधानमंत्री ने माना था कि कांग्रेस सरकार 100 पैसा भेजती है, 100 रुपये तो 85 पैसा बीच में ही लूट जाता है. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ KPCC നേതൃയോഗത്തിൽ VD സതീശൻ മൗനം തുടരുന്നു. അതേസമയം രാഹുലിന്റെ കാര്യത്തിൽ നിലപാട് പറയേണ്ട വർക്കിംഗ് പ്രസിഡന്റുമാർ നിശബ്ദത പാലിക്കുന്നുവെന്ന് VT ബൽറാം യോഗത്തിൽ വിമർശിച്ചു. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഇതിനിടെ ശനിയാഴ്ച പാലക്കാട്ടെത്താനാണ് രാഹുലിന്റെ തീരുമാനമെന്നറിയുന്നു. തടയാനായി DYFIയും BJPയും തയ്യാറെടുക്കുകയാണ്. അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ രാഹുലിന്റെ കാര്യത്തിൽ ഇന്ന് KPCC നേതൃയോഗത്തിൽ ഇത് ചർച്ചാ വിഷയമായോ? എന്താണ് ഈ രാഹുലിന്റെ കാര്യത്തിലുള്ള തുടർ നടപടികൾ? ഒപ്പം ഈ നേതാക്കൾക്കെതിരായുള്ള സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. വിവരങ്ങൾ. മായ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ 2 തട്ടിലായിരിക്കുകയാണ് നേതൃത്വമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തിയത്. സ്വാഭാവികമായും രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും പാർട്ടിയിൽ ശക്തമായുണ്ട്. ആ ഒരു പിൻബലത്തിൽ തന്നെയാണ് രാഹുൽ സഭയിലെത്തിയത്. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ എന്ന് രാഹുൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. അതേസമയം താൻ നേതൃത്വത്തിനെ ധിക്കരിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും തന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇപ്പോഴും രാഹുൽ തയ്യാറാകുന്നില്ല. അതേസമയം രാഹുൽ നേതാക്കളുമായി സംസാരിച്ച ശേഷം, ആശയവിനിമയം നടത്തിയ ശേഷം തന്നെയാണ് സഭയിലെത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ 2 തട്ടിലായ നേതാക്കളെന്ന് വ്യക്തമായ സൂചന നൽകുന്നത്. കാരണം തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ സഭയിൽ വരാൻ പാടില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് എടുത്തു. പക്ഷേ ആ നിലപാടിന് പൂർണ്ണമായൊരു പിന്തുണ പാർട്ടിക്കുള്ളിൽ കിട്ടിയില്ല. അത് കോൺഗ്രസിനുള്ളിലെ തന്നെയുള്ള തർക്കങ്ങളും ഗ്രൂപ്പ് പോരും തന്നെയാണ് ഇതിന്റെ പിന്നിൽ. കാണാൻ പ്രതിപക്ഷ നേതാവിനെ എതിരെ ആക്രമിക്കാനായി കാത്തിരുന്ന ഒരു വലിയൊരു വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അവർ രാഹുലിനെ മുൻനിർത്തി പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു നീക്കം, VD സതീശനെതിരായുള്ള ഒരു നീക്കം നടത്തുകയാണ്. അത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് KPCC നേതൃയോഗത്തിൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും നടത്തിയില്ല. പൂർണ്ണമായും അദ്ദേഹം നിശബ്ദത പാലിക്കുകയായിരുന്നു. യോഗത്തിൽ കയറുന്നതിന് മുമ്പോ യോഗം കഴിഞ്ഞിറങ്ങുമ്പോഴും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിട്ടുപോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. അതേസമയം KPCC പ്രസിഡന്റ് ആകട്ടെ രാഹുൽ സഭയിൽ വരുന്നത് തടസ്സമില്ല എന്ന് പറയുന്നു. കാരണം രാഹുൽ എത്തിയത് ഒരു കോൺഗ്രസ്കാരനായിട്ടല്ല, MLA എന്ന നിലയിലാണ്. അതിൽ കോൺഗ്രസ് അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലപാട് പറഞ്ഞു സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നാൽ നേതൃയോഗം നടക്കുന്ന സമയത്ത്
വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അവരാരും തന്നെ രാഹുൽ വിഷയത്തിൽ ഇന്നുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നൊരു വിമർശനം VT ബൽറാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് കൃത്യമായ വിമർശനമാണ് VT ബൽറാം നടത്തിയത്. കാരണം നമുക്കറിയാം, ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോഴൊക്കെ ആകെ 2 പേർ മാത്രമാണ്, ഒന്ന് KPCC പ്രസിഡന്റ്, മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ്. അതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റുമാർ 4 പേരുണ്ട്. ഇവരാരും തന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇത് ഇവരുടെ ഈ മൗനം അല്ലെങ്കിൽ ഇവരുടെ നിശബ്ദത എന്ന് പറയുന്നത് ഉറച്ച നിലപാടെടുക്കാൻ കെൽപ്പില്ല. അതിനോടൊപ്പം അതിനുമപ്പുറം രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്ന സന്ദേശം നൽകാൻ ഇത് കാരണമായി എന്ന വിമർശനം VT ബൽറാം ഉന്നയിച്ചു. ഒപ്പം തന്നെ മറ്റൊരു മുതിർന്ന നേതാവ് K മുരളീധരനാകട്ടെ സൈബർ ആക്രമണ നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്നു എന്ന വിമർശനം ഉന്നയിച്ചു. ഇത് കൃത്യമായ ഒരു നടപടി, കർശനമായ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റ് യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരും അതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ വിഷയത്തിലൊക്കെ നമുക്കറിയാം, നിരവധി സൈബർ ആക്രമണം പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ടാൽ ഉമാ തോമസ് അതിന് ഏറ്റവും അധികം ഇരയായ ഒരു വ്യക്തിയാണ്. ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ കോൺഗ്രസിന്റെ യൂത്ത് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് തന്നെയാണോ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഒരു അന്വേഷണ കമ്മിറ്റിയെ തീരുമാനിച്ചു. അത് VT ബൽറാം തന്നെയാവും ചുമതല. VT ബൽറാമിന് ആ കമ്മിറ്റിയിൽ M ലിജു, പഴകുളം മധു ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് വിശദം, അതായത് ഡിജിറ്റൽ സെല്ലിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം വ്യക്തമാകുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആക്രമണം ഇവിടെ ഉണ്ടാകുന്നു. 2 തട്ടിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന രീതിയിൽ 2 ചേരികളായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതേസമയം രാഹുലിന് കൃത്യമായ പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ പിന്തുണയ്ക്കനുസരിച്ചാകും രാഹുലിന്റെ തുടർ നീക്കങ്ങൾ. അതായത് നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ, അതോ ഇന്ന് ഒരു ദിവസം കൊണ്ട് സഭാ പ്രവേശനം അവസാനിപ്പിക്കുമോ എന്നതിൽ ഈ രാഹുലിന് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന പിന്തുണയെ ആശ്രയിച്ചായിരിക്കും നിലപാട് അറിയിക്കുക. എന്തായാലും ഒരു കാര്യം രാഹുൽ ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്, സഭയിൽ നാളെ മുതൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ശനിയാഴ്ച പാലക്കാട് ഉണ്ടാകും എന്ന കാര്യത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് വഴി സജീവമാകാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. പക്ഷേ രാഹുൽ പാലക്കാട് എത്തുകയാണെങ്കിൽ തടയാനായി DYFയും BJPയും ഒക്കെ ഇപ്പൊ തന്നെ പച്ചമുറുക്കി കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഹോസ്റ്റലിൽ നിന്നേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും രാഹുലിനെ ഉപരോധിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനപ്പുറത്തേക്ക് വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും രാഹുൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട് എത്തിയ കാണാൻ കഴിയുക. മായ. ശരി, ആൻഫിൽ ഡിസൂസയാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കിലാണിരുന്നത്. സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ സഭയ്ക്കുള്ളിൽ ആരും യാതൊരു പ്രതികരണവും നടത്തിയില്ല. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. MLA ഹോസ്റ്റലിനുള്ളിൽ SFI പ്രവർത്തകർ ഉപരോധിച്ചു. തുടർച്ചയായി ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമായിരുന്നു ഇത്രയും നാൾ ഭരണ പ്രതിപക്ഷ നിരയിൽ ഉയർന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് രാഹുൽ സഭയിലെത്തി. സമ്മേളനം തുടങ്ങി 18 മിനിറ്റുകൾക്ക് ശേഷമാണ് രാഹുൽ സഭയിലെത്തിയത്. പുലർച്ചെ 4 മണിയോടെ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പമാണ് വന്നത്. സഭയിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. VSനെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സഭയ്ക്കകത്തേക്ക് രാഹുൽ പ്രവേശിച്ചത്. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കായി ഇരിപ്പിടം. സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറിന്റെ ഇരിപ്പിടമാണ് രാഹുലിന് ലഭിച്ചത്. രാഹുൽ എത്തി മടങ്ങുന്നതുവരെയും ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സമ്മേളനത്തിന് ശേഷം MLA ഹോസ്റ്റലിലേക്ക് മടങ്ങി. തുടർന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ SFI പ്രവർത്തകർ MLA ഹോസ്റ്റലിനുള്ളിൽ രാഹുലിനെ ഉപരോധിച്ചു. ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. അടൂരിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന രാഹുൽ പാലക്കാട് തന്റെ മണ്ഡലത്തിൽ പോലും എത്തിയിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.